യമനുമായുള്ള കരാർ റദ്ദാക്കണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക സുരക്ഷിതമായിരിക്കുന്ന താവളം ഒരുക്കിയതിനോടനുബന്ധിച്ച് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഈ മേഖലയിൽ നിന്ന് ഏറെക്കുറെ അമേരിക്ക പിൻവലിഞ്ഞതോടുകൂടി യമന് ഇസ്രായേലിന് നേരെ ആക്രമണം കടുപ്പിക്കുകയും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതി ഇസ്രായേൽ സംജാതമാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് യമനും അമേരിക്കയും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. കരാർ വ്യവസ്ഥ പ്രകാരം യമൻ ഭൂമിയിൽ കയറിക്കൊണ്ട് അമേരിക്ക ആക്രമിക്കില്ലെന്നും അമേരിക്കയുടെ കപ്പലിനെ യമൻ ആക്രമിക്കില്ലെന്നും വ്യവസ്ഥയായി. അതോടനുബന്ധിച്ച് ചെങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ കപ്പലുകൾ, പടക്കപ്പലുകളെല്ലാം ലക്ഷ്യസ്ഥാനത്തേക്ക് മാറിപ്പോകുന്ന സ്ഥിതി ഉണ്ടാവുകയും ഈ മേഖലയിൽ നിന്ന് ഏറെക്കുറെ ഒഴിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിക്കുകയും ചെയ്തു. അതോടുകൂടി യമൻ്റെ ആക്രമണ പരമ്പര തന്നെ ഇസ്രായേലിന് നേരെ ശക്തമായിട്ടുണ്ടായി. സീപോർട്ട് കേന്ദ്രീകരിച്ചും എയർപോർട്ട് കേന്ദ്രീകരിച്ചും അവരാക്രമിക്കുന്നത് ഒരു തുടർ ചരിത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ചില മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. പ്രതിരോധ രംഗങ്ങളൊക്കെ, പ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ട് രാജ്യത്തിൻ്റെ മധ്യഭാഗങ്ങളിൽ മിസൈൽ വർഷിക്കുന്നത് ഇപ്പോൾ നിരന്തരം ഉണ്ടായ ഒരു സംഭവം ആയി മാറുന്നത് യഥാർത്ഥത്തിൽ ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ്. ആയതിനാൽ ഞങ്ങൾക്ക് വലിയ സുരക്ഷിതത്വം ഉണ്ടായിരുന്നു അമേരിക്ക അവിടെ ഉണ്ടായിരുന്ന സമയത്ത്. അതിൻ്റെ തുടർച്ച ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ യമനുമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ റദ്ദാക്കണമെന്നും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നിലയുറപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമിക്കുന്ന രീതിയെ തടുക്കാൻ വേണ്ടി ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സംവിധാനം ഒരുക്കണമെന്നുമാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിനൊന്നും കൃത്യമായിരിക്കുന്ന മറുപടി അമേരിക്കയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അതിൻ്റെ കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിലെ സർവ്വ രാജ്യങ്ങളുമായിട്ട് ഉടക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അമേരിക്കക്കുണ്ടായി എന്ന് മാത്രമല്ല, അവരുടെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ പോലും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. കാര്യം ഒരു യമൻ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് ഇറാനുണ്ട്. ഇറാന് നേരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ടും ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി അമേരിക്ക സാരമായിട്ട് ബാധിക്കും എന്നതിനാൽ ഈ മേഖലയിൽ ഏറെക്കുറെ ശാന്തത കൈവരുത്തുക, സമാധാനം ഉണ്ടാക്കാൻ ശ്രമം നടത്തുക എന്ന രീതിയിലേക്ക് അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ ബെൻഗൂരിയൻ എയർപോർട്ട്, കഴിഞ്ഞ ആഴ്ചയാണ് ബെൻഗൂരിയൻ എയർപോർട്ടിന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി. അത് ഇസ്രായേൽ തന്നെ അത് സ്ഥിരീകരിച്ചു എന്ന് മാത്രമല്ല, എയർപോർട്ടിനോട് കേന്ദ്രീകരിച്ചുകൊണ്ട് 25 മീറ്റർ താഴ്ചയിലേക്ക് ഭൂമി കുഴിഞ്ഞു പോകുന്ന തരത്തിൽ ശക്തമായിരിക്കുന്ന സ്ഫോടന പരമ്പര തന്നെയാണ് അവിടെ ഉണ്ടായത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇത്ര ഒരു സംഭവം വന്നതോടുകൂടി ഏറെക്കുറെ അന്താരാഷ്ട്ര ഈ എയർലൈൻസുകളൊക്കെ മനസ്സിലായി ഇസ്രായേൽ സുരക്ഷിതമായിരിക്കുന്ന ഒരു ദേശമായിട്ട് ഇനി കാണാൻ വേണ്ടി സാധിക്കില്ല. കൂട്ടത്തോടു കൂടിയാണ് അന്താരാഷ്ട്ര മേഖലയിലെ വിമാനങ്ങൾ ഇങ്ങോട്ടുള്ള സർവീസുകൾ നിർത്തിവെച്ചത്. അത് ചിലത് മെയ് 30 വരെ നിർത്തിവെച്ചു, ചിലത് ഏപ്രിൽ 15 വരെ നിർത്തിവെച്ചു. പല രാജ്യങ്ങളും, കാനഡ സെപ്റ്റംബർ 20 വരെ നിർത്തിവെച്ചതായിട്ടാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ മെയ് മാസത്തിലും അടുത്ത മാസത്തിലേക്കൊക്കെ പ്രഖ്യാപിക്കപ്പെട്ട പല രാജ്യങ്ങളിലുള്ള വിമാന കമ്പനികളുണ്ട്. ഗ്രീക്ക്, ഇറ്റലി, പോളണ്ട്, ഡച്ച്, ഈ അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, കാനഡ, ഇങ്ങനെ പോകുന്ന ലിസ്റ്റുകളൊക്കെ. യൂറോപ്യൻ രാജ്യങ്ങൾ പരമാവധി എല്ലാ രാഷ്ട്രങ്ങളും തന്നെ ഇങ്ങോട്ടുള്ള സർവീസുകൾ നിർത്തിവെച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ചില എയർലൈൻസുകളൊക്കെ ദിവസം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സമയം പറഞ്ഞിട്ടുണ്ട്, ചിലത് തീരെ പറഞ്ഞിട്ടില്ല. ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് ആഫ്രിക്ക പ്രഖ്യാപിച്ചത്. സർവ്വ മേഖലയും ഇത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നതിനാൽ യമനിൽ നിന്നുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാനും യമനിൽ നിന്നുള്ള ആക്രമണം ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് അവരെ സാരമായിട്ട് ബാധിക്കുമെന്ന് അവർക്ക് തന്നെ ബോധ്യമായിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയോട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇസ്രായേലിന് സുരക്ഷിത നൽകുക എന്നുള്ളത് നിങ്ങളുടെ കൂടെ ബാധ്യതയാണ്. ഇപ്പോൾ അമേരിക്കയും യമനും തമ്മിൽ വ്യക്തിപരമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥയാണ് ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കരുത്, പകരം യമനെ തിരിച്ചു ആക്രമിക്കുക, ഈ ഒരു കരാർ മാത്രമാണ്. എന്നാൽ ഈ മേഖലയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ കപ്പലുകൾ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മെഡിറ്ററേനിയൻ കടലിലേക്ക് പോകുന്നത്.
അവിടെ അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടാവും. അത്തരം യൂറോപ്യൻ രാജ്യങ്ങളുടെ കപ്പലിനെയോ അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലിനെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കപ്പലിനെയോ ആക്രമിക്കുന്ന സമയത്ത് അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് അധികാരമോ അവകാശമോ ഇല്ലാത്ത തരത്തിലാണ് ഈ കരാർ വ്യവസ്ഥയുള്ളത്. ഇത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് റദ്ദ് ചെയ്യണമെന്നാണ് പറയുന്നത്. റദ്ദ് ചെയ്യാനൊക്കെ ഒരു കരാർ വ്യവസ്ഥയൊക്കെ റദ്ദ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം അതിന് സാധ്യത ഉണ്ട് എന്നുള്ളതൊക്കെ ആലോചിക്കേണ്ട കേസാണ്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും നിലവിലെ വിഷയങ്ങളൊക്കെ സങ്കീർണമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സർവ്വ മേഖലയിലും അവർക്ക് നാശങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.